ഈ യോഗത്തിന്റെ അധ്യക്ഷ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. എനിക്ക് ചെറിയൊരു പനിയുണ്ട്, പെരുന്നാൾ പനിയാണെന്ന് തോന്നുന്നു. ഡോക്ടർ 2 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട സീതിക്കയോട് ഞാൻ വരാമെന്ന് ഏറ്റതാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ സീതിക്ക് വിളിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും നമ്മുടെ ഈ നാടിന്റെ കരുത്തായി മാറിയ, സ്ത്രീ മുന്നേറ്റത്തിന്റെ വിപ്ലവകരമായ മാതൃകയായ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഈ ഒത്തുചേരലിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഞാൻ ആദ്യം തന്നെ ഈ കുടുംബശ്രീയിലെ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർക്കും ചേച്ചിമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ ഈ നാടിന്റെ പ്രകാശമാണ്. ഇരുളടഞ്ഞ വഴികളിൽ നിങ്ങളുടെ കൈയെത്തുമ്പോൾ അവിടെ വെളിച്ചമായി മാറും. നാടിന്റെ സാമൂഹിക സാംസ്കാരിക ശുചിത്വ മേഖലകളിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. അത് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. കൈയടിക്കുന്നില്ലേ? നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതാണ് സെൽഫ് റെസ്പെക്ട്. നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കണം. തൊഴിലുറപ്പുകാരെന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ പുച്ഛമാണ്. എന്റെ വീട്ടിലും വരാറുണ്ട് തൊഴിലുറപ്പുകാർ. എന്ത് രസാണ് അവരുടെ ആ മൺവെട്ടിയുടെ താളം കേൾക്കാൻ, അതുപോലെ അതിനിടയിൽ കലപില ശബ്ദങ്ങൾ കേൾക്കാൻ. നല്ല രസല്ലേ? പിന്നെ നാട്ടിലെ എന്ത് ന്യൂസുകൾ അറിയണമെങ്കിലും ഇവരുടെ കൂടെ പോയി നിന്നാ മതി. ആരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു, എവിടെയൊക്കെ പാലുകാച്ച് കഴിഞ്ഞു, ആരൊക്കെ ചാടിപ്പോയി, ആരൊക്കെ ഓടിപ്പോയി എന്ന് വേണ്ട BBC കിട്ടാത്ത ന്യൂസുകൾ പോലും അവിടുന്ന് കിട്ടും. പക്ഷേ അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ നല്ലൊരു മനസ്സ് വേണം. അതില്ലാത്തവരാണ് പുച്ഛത്തോടെ കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ മഹത്വം അറിയോ? ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ ഈ നോട്ടീസിൽ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നത് MGNREG. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഗൂഗിളിലെ ജെമിനി ചേച്ചിയോട് ചോദിച്ചു ഇതിന്റെ ഫുൾ ഫോം എന്താണ്. അപ്പൊ ജെമിനി ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് ഇതിന്റെ പൂർണ്ണാർത്ഥം. അപ്പോ ആ ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ മഹത്വം മനസ്സിലായില്ലേ? നിങ്ങൾ തൊഴിലുറപ്പിന് പോയാല് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ആരാണ്? ആ വീട്ടുകാരാണോ അതോ ഗവൺമെന്റ് ആണോ? അല്ലേ? ഗവൺമെന്റ് അല്ലേ? അപ്പൊ നിങ്ങൾ ആരാ? ഗവൺമെന്റ് ജോലിക്കാരാ അല്ലേ? ഗവൺമെന്റ് ജോലിക്കാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലും ആലങ്കാരികമായി അങ്ങനെ പറഞ്ഞൂടെ അല്ലേ? അതെ. അപ്പോ ഇനി മുതൽ നിങ്ങൾ കളിയാക്കുന്നവരോട്, പുച്ഛിക്കുന്നവരോട് നിങ്ങൾ പറയണം, വി ആർ ഗവൺമെന്റ് സ്റ്റാഫ്. എന്ത് പറയും? ഞങ്ങൾ ഗവൺമെന്റ് ജോലിക്കാരാണ് പറയില്ലേ? അപ്പോ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഒരു പണിയില്ലാതെ മുമ്പിലും കുത്തിയിരിക്കുന്ന മോനോട് മറ്റേ കിളിക്കൻ സിനിമയിലെ ഇന്നസെന്റ് വിളിക്കുന്ന പോലെ പറട്ടെ തലയാ ഇങ്ങോട്ട് നോക്കണ, ഞാൻ ആരാന്നറിയോ? ഗവൺമെന്റ് സ്റ്റാഫാണ്. അപ്പൊ അവന്, ദൈവമേ ഈ തള്ളക്ക് എന്ത് പറ്റി? രാവിലെ പോയി
വട്ടായോ അല്ലേ? നമ്മൾ നമ്മളെ കുറിച്ച് അഭിമാനിക്കണം, മനസ്സിലായോ? തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നത് വെറും ഒരു പേരല്ല, അത് ഗ്രാമീണ ഇന്ത്യയുടെ നട്ടെല്ലാണ്. ഓഫീസിൽ നിന്ന് ഫയലുകൾ നോക്കുന്നവർ മാത്രമല്ല, നാടിന്റെ മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന നിങ്ങളും സർക്കാരിന്റെ പടനായകർ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന മഹത്തായ ലക്ഷ്യത്തോടെ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ ഓരോ വീടിന്റെയും വെളിച്ചമായി മാറിയിരിക്കുന്നു. വെറും ഒരു സമ്പാദ്യ പദ്ധതി എന്നതിലുപരി അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ കുടുംബശ്രീക്ക് സാധിച്ചു. നമ്മുടെ നാട്ടിലെ ഓരോ വികസന പ്രവർത്തനങ്ങളിലും ഇന്ന് കുടുംബശ്രീയുടെ കയ്യൊപ്പുണ്ട്. മാലിന്യ സംസ്കരണം മുതൽ വലിയ വ്യവസായ സംരംഭങ്ങൾ വരെ നമ്മൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ അയൽക്കൂട്ടങ്ങൾ വെറും ഒരു കൂട്ടായ്മയല്ല, അതൊരു വലിയ താങ്ങാണ്, തണലാണ്. കഷ്ടപ്പാടുകളും വിഷമങ്ങളും വരുമ്പോൾ പരസ്പരം സഹായിക്കാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനും നമുക്ക് ഇന്നൊരു വേദിയുണ്ട്. ഒരാൾക്ക് തനിയെ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഒത്തൊരുമയോടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ലോകം മാറുകയാണ്. ആ മാറ്റത്തിനൊപ്പം നമ്മളും സഞ്ചരിക്കണം. പുതിയ സാങ്കേതിക വിദ്യകളും തൊഴിൽ രീതികളും പഠിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിനും നാടിനും വേണ്ടി ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. നന്മയുള്ള ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കൈകോർക്കാം. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എല്ലാവർക്കും, അതുപോലെ ഇവിടെ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.